അന്ന് പെയ്ത മഴയിൽ ഭാഗം 12. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം എനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. പെട്ടെന്നാണ് വാതിലിൽ ആരോ മുട്ടിയത്. പിന്നെ തുടരെയുള്ള മുട്ടുകേട്ട് അയാൾ വർഷയുടെ വായ നല്ലതുപോലെ പൊത്തിപ്പിടിച്ചു. അവളെ റൂമിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനിടയിൽ അവിടെ മേശയിലിരുന്നൊരു പേനയെടുത്ത് അവൾ അയാളുടെ കയ്യിൽ ആഞ്ഞു വരച്ചു. അയാൾ വേദന കൊണ്ട് പുളഞ്ഞു. ആ തക്കം നോക്കി വർഷ അയാളുടെ കൈ തട്ടിമാറ്റി ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അവിടെ ജയശങ്കറിനെ നോക്കി കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന സതിയെ കണ്ടതും വർഷ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ജയശങ്കർ ഒന്നും മിണ്ടാതെ അവരെ രണ്ടുപേരെയും പുച്ഛത്തോടെ നോക്കിയ ശേഷം വീടിന് പിൻവശത്തെ വാതിലിൽ കൂടി ഇറങ്ങിപ്പോയി. ഈ സംഭവം തൽക്കാലം ആരോടും പറഞ്ഞ് വഷളാക്കണ്ടെന്ന് സതി വർഷയോട് ഉപദേശിച്ചു. അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ മുറിയിൽ പോയി കതകടച്ചു. അവളുടെ ശരീരം ആലില പോലെ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ ഫോണെടുത്ത് അതിലെ ഫോട്ടോ നോക്കി. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം വന്നു. അവളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി പടർന്നു. സതിയും വർഷയും കൂടി വിഷുക്കണി ഒരുക്കി. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വിഷുക്കണി കണ്ടു. പ്രിയയും സതിയും വർഷയും മായയും എല്ലാവരും കൂടി വിഷുസദ്യ ഒരുക്കി. അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുതു. മുത്തശ്ശി എല്ലാവർക്കും വിഷുക്കൈ നീട്ടം കൊടുത്തു. അവരെല്ലാവരും ഊണ് കഴിക്കാനായിരുന്നു. പ്രിയ മാത്രം കഴുത്തും കൈകളും മറഞ്ഞു കിടക്കുന്ന സെറ്റിൻ്റെ ഒരു ചുരിദാറും, ബാക്കി സ്ത്രീകളെല്ലാവരും മുണ്ടും നേരിയതും, പുരുഷന്മാരെല്ലാവരും ജുബ്ബയും മുണ്ടുമായിരുന്നു വേഷം. എല്ലാവരും ഒരുമിച്ചിരുന്ന് വിഭവസമൃദ്ധമായ വിഷുസദ്യ ഉണ്ടു. വർഷ ജയശങ്കറിനെ ശ്രദ്ധിച്ചതുകൂടിയില്ല. ജയശങ്കറിനും അത് അത്ഭുതമായിരുന്നു. അവളുടെ നടത്തം കണ്ടാൽ ഇന്നലെ അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല. പ്രിയയുടെ മുഖത്ത് വലിയ തെളിച്ചമില്ലായിരുന്നു. ആദിത്തും വർഷയും തമ്മിലുള്ള മൗനസല്ലാപങ്ങൾ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സദ്യ കഴിഞ്ഞ് എല്ലാവരും ഉമ്മറത്ത് ഒരുമിച്ചിരിക്കുകയായിരുന്നു. പ്രിയ കുറച്ച് കിടക്കണമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. ആദിത്ത് അവളുടെ പിറകെ ചെന്നു. എന്തു പറ്റി പ്രിയച്ചി? എന്താ മുഖത്തിനൊരു വിഷമം? ആദിത്ത് വെപ്രാളത്തോടെ കാര്യം തിരക്കി. പ്രിയക്ക് പിന്നെയും എന്തെങ്കിലും വയ്യായിക വന്നോ എന്നായിരുന്നു അവൻ്റെ പേടി. നിനക്ക് വർഷയെ ഇഷ്ടമാണോ? പ്രിയ ചോദിച്ചു. ആദിത്തൊന്ന് പരുങ്ങി. പ്രിയേച്ചി മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ പറയാനിരിക്കുകയായിരുന്നു. എനിക്കവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് പ്രിയേച്ചി. ആദിത്യ ചമ്മലോടെ പറഞ്ഞു. അപ്പോൾ നിനക്ക് അവളെക്കുറിച്ച് എന്തറിയാം? പ്രിയ ഗൗരവത്തോടെ ചോദിച്ചു. പ്രിയ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആദിത്യന് മനസ്സിലായില്ല. എന്താ പ്രിയേച്ചി അങ്ങനെ ചോദിച്ചത്? ആദിത്യ ചോദിച്ചു. അവളെ എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ എപ്പോഴും അവൾ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. സംശയം തോന്നി ഞാൻ അവളുടെ ഫോൺ പരിശോധിച്ചു. ഓർഫനേജിൽ ആരോ ഉപേക്ഷിച്ച് പോയി. ആരോരുമില്ലാതെ അവിടെ വളർന്ന അനാഥക്കുട്ടിയോടെ ഇതാരാണെന്നൊന്ന് ചോദിച്ചു നോക്കപ്പോ. പ്രിയ തൻ്റെ കയ്യിലിരുന്ന വർഷയുടെ ഫോൺ ആദിത്യന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആദിത്യ അവളുടെ കയ്യിലിരുന്ന ഫോൺ മേടിച്ചു നോക്കി. അതിൻ്റെ ലോക്ക് സ്ക്രീനിൽ വർഷയും ഒരു ചെറുപ്പക്കാരനും തോളിൽ കൈയിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ കണ്ടു. ആദിത്യൻ്റെ ഉള്ളൊന്ന് പിടച്ചു. ആരായിരിക്കും ഇത്? ഈ ചെറുപ്പക്കാരനെ താൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവന് തോന്നി. പക്ഷെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇതായിരിക്കും അവൾ അന്ന് എന്നെ കണ്ടപ്പോൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചത്. ആദിത്യന് താൻ ചതിക്കപ്പെടുന്നത് പോലെ തോന്നി. അവന് വർഷയോട് അടങ്ങാത്ത ദേഷ്യം വന്നു. നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ സതിയുടെ കൂടെ എന്തോ പണിയിലായിരുന്നു വർഷ. ആദിത്യൻ്റെ വരവ് കണ്ട് സതി പേടിച്ചുപോയി. ആദിത്യ വർഷയുടെ കൈക്ക് പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തി. ഇതാരാ? ഇവനും നീയും തമ്മിൽ എന്താ ബന്ധം? വർഷയുടെ ഫോൺ അവൾക്ക് നേരെ നീട്ടി ആദിത്യ ചോദിച്ചു. വർഷ പകച്ചു നിന്നു. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അനാഥയാണ്, ആരുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നീ തോളി കൈയിട്ട് നിൽക്കുന്നത് ആരുടെ കൂടെയാ? ആദിത്യൻ്റെ ഒച്ച കേട്ട് ഉമ്മറത്ത് നിന്ന് എല്ലാവരും അങ്ങോട്ട് വന്നു. സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ അറിയാതെ എൻ്റെ ഫോൺ പരിശോധിക്കുന്നത് മര്യാദയല്ല.
വർഷയ്ക്കും ദേഷ്യം വന്നു. നിന്റെ കള്ളത്തരം കണ്ടുപിടിച്ചപ്പോൾ ഞാനിപ്പോൾ മര്യാദയില്ലാത്തവനായി അല്ലേ? എന്തിനു വേണ്ടിയാ കള്ളം പറഞ്ഞ് ഞങ്ങളുടെ കൂടെ കൂടിയത്? ആദിത്യ ഒച്ച വെച്ചു. മോനെ പതുക്കെ, അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേട്ടു നോക്ക്, സതി പറഞ്ഞു. എനിക്കൊന്നും പറയാനില്ല, എൻ്റെ ഫോൺ തന്നേക്ക്, ഞാൻ പോയേക്കാം, വർഷ പറഞ്ഞു. അവക്കൊന്നും പറയാനുണ്ടാവില്ല സതി ആൻറ്റി. എൻ്റെ അനിയത്തിയെപ്പോലെയാണ് ഞാൻ ഇവളെ കണ്ടത്, സ്നേഹിച്ചത്. സതി ആൻറ്റിക്കും ഇവള് സ്വന്തം മകളെപ്പോലെ അല്ലായിരുന്നു. എന്നിട്ട് സതി ആൻറ്റിയോട് പോലും ഇവൾ എന്തെങ്കിലും പറഞ്ഞോ? ഇനിയും എന്തൊക്കെ കള്ളത്തരങ്ങളായിരിക്കും കയ്യിലിരിക്കുന്നുണ്ടാവുക. പ്രിയ വർഷയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങൾ കൂടുതൽ ഷൈൻ ചെയ്യുന്നും വേണ്ട. നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണല്ലോ നിങ്ങളിന്ന് അനുഭവിക്കുന്നത്. കുറേ കാലം ഭ്രാന്താശുപത്രിയിലായിരുന്നല്ലോ, വർഷ പ്രിയയെ നോക്കി പറഞ്ഞു. എല്ലാവരും പകച്ചുപോയി. എന്താ മോളെ ഇവള് പറയുന്നത്? മുത്തശ്ശി കണ്ണുമിഴിച്ച് പ്രിയയെ നോക്കി. പ്രിയയും ആദിത്യവും എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. അതെ, ഈ സ്ത്രീയുടെ തന്നെ വായിൽ നിന്ന് ഒരിക്കൽ അറിയാതെ വന്നുപോയതാ. ആരുടെയോ കൂടെ കറങ്ങി നടന്ന് അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടാതായപ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. എന്നിട്ടിപ്പോൾ എൻ്റെ കയ്യിലിരിപ്പാണത്രേ മോശം, വർഷ പുച്ഛത്തോടെ പ്രിയയെ നോക്കി പറഞ്ഞു. ആദ്യത്തെ കൈ നിവർത്തി വർഷയുടെ കവിളത്തടിച്ചു. അരിശം തീരാതെ അവൻ ഒന്നുകൂടി അടിച്ചു. അടിയുടെ ശക്തിയിൽ വർഷ കമന്നടിച്ച് നിലത്ത് വീണു. അവളുടെ ചുണ്ടിൻ്റെ കോണിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി. ജയദേവൻ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആദിത്യ വർഷയെ വീണ്ടും ഉപദ്രവിച്ചേനെ. ഓ, സത്യം പറഞ്ഞപ്പോൾ ഇവക്ക് നൊന്തു അല്ലേ? എല്ലാവരും കേൾക്കട്ടെ പെങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം, വർഷ പറഞ്ഞു. മിണ്ടരുത് നായേ, ഒരക്ഷരം മിണ്ടരുത്. ഇപ്പം ഇറങ്ങിക്കോണം ഇവിടുന്ന്, ആദിത്യ അലറി. മോളെ, ഈ പെണ്ണ് പറയുന്നതൊക്കെ സത്യമാണോ മോളെ? മുത്തശ്ശി കണ്ണീരോടെ പ്രിയയോട് ചോദിച്ചു. മുത്തശ്ശി ഇത് എന്തറിഞ്ഞിട്ടാ? എവിടുന്നോ വന്ന ഏതോ ഒരുത്തി പറയുന്നതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടിയാണോ മുത്തശ്ശി? ആദിത്യ മുത്തശ്ശിയോട് ഒച്ച വെച്ചു. വേണ്ട അപ്പു, ഇനിയൊന്നും ആരോടും മറച്ചു വെക്കണ്ട. എന്നായാലും എല്ലാവരും അറിയില്ലേ, പ്രിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയേച്ചി, ആദിത്യ അവളെ ശാസന പോലെ വിളിച്ചു. വർഷ പറഞ്ഞതൊരു പരിധിവരെ സത്യമാണ് മുത്തശ്ശി. ഞാൻ കുറച്ചുനാൾ അമേരിക്കയിലെ ഒരു മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. അതവിടെ നിൽക്കുന്ന ജയശങ്കർ അങ്കിളിനും മായാൻറ്റിക്കും ദേവനും ഒക്കെ അറിയാം. അത് പക്ഷെ വർഷ പറഞ്ഞതുപോലെ കാമമൂത്ത് എൻ്റെ ഇഷ്ടക്കാരൻ്റെ കൂടെ ചുറ്റി നടന്നിട്ടോ അയാളെ ഉപേക്ഷിച്ചിട്ടോ അല്ല. പ്രിയ കണ്ണുകൾ അടച്ചു. ആ നശിച്ച രാത്രിയിലെ ഭയാനകമായ ഓർമ്മകളിൽ അവളുടെ ശരീരം വിറച്ചു. അവൾ എല്ലാവരോടുമായി പറഞ്ഞു തുടങ്ങി. ഞാൻ പുതിയതായി ജോയിൻ ചെയ്ത കമ്പനിയിലുള്ള കുറച്ചു പേരുമായി ഞങ്ങളുടെ ബോസിൻ്റെ ബീച്ച് കോട്ടേജിൽ ഹലോവീൻ പാർട്ടി ആഘോഷിക്കുകയായിരുന്നു. ഹലോവീൻ എന്ന് വെച്ചാൽ മരിച്ചവരെ ഓർക്കുന്ന ദിവസം. അന്ന് പ്രേതങ്ങളുടേതുപോലെ മുഖം മൂടിയിട്ടും വസ്ത്രം ധരിച്ചും അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഹലോവീൻ കോസ്റ്റ്യൂംസും ധരിച്ചായിരുന്നു എല്ലാവരും വന്നത്. പരസ്പരം കണ്ടാൽ തിരിച്ചറിയില്ല. അല്ലെങ്കിൽ പുതിയ കമ്പനിയും പുതിയ ആൾക്കാരും ആയതുകൊണ്ട് എൻ്റെ ടീമിലെ 1-2 പേരെ അല്ലാതെ എനിക്കവിടെ അധികം ആരെയും പരിചയമില്ലായിരുന്നു. ഞങ്ങളുടെ ടീമിലെ എന്നെപ്പോലെ പുതിയതായി ജോയിൻ ചെയ്ത ലിദിയ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ ഒപ്പമായിരുന്നു ഞാൻ അവിടെ ചെന്നത്. പാർട്ടിക്ക് നമ്മുടെ പാർട്ട്ണറെയും നമ്മുടെ ഒപ്പം കൂട്ടാമായിരുന്നു. ലിദിയയുടെ ബോയ്ഫ്രണ്ട് വന്നതോടെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് മാറി നിന്നു. പാട്ടും ഡാൻസും ബഹളവുമൊക്കെ ആയിട്ട് പാർട്ടി കൊഴുക്കുകയായിരുന്നു. ഞാൻ അധികം നിൽക്കില്ല എന്നും അപ്പു എന്നെ വിളിക്കാൻ വരുമെന്നുമൊക്കെ ഞാൻ ലിദിയയോട് നേരത്തെ പറഞ്ഞിരുന്നു. കുറച്ചു കഴിഞ്ഞ് മുഖം മൂടിയിട്ട് ആരോ വന്നു. അവിടെ ലിദിയ ബോട്ട് ഹൗസിൽ വീണ് കിടക്കുന്നുവെന്നും എന്നോടങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞു. അയാൾ ഓഫീസിലെ തന്നെ സ്റ്റാഫാണെന്ന് കരുതി അയാൾ പറഞ്ഞതുപോലെ ഞാൻ ബോട്ട് ഹൗസിലേക്ക് ഓടി. ബീച്ച് കോട്ടിൽ നിന്നും കുറച്ച് ദൂരെ മാറിയായിരുന്നു ആ ബോട്ട് ഹൗസ്. വാതിൽ തുറന്നു കിടപ്പുണ്ടായിരുന്നു. അവിടെ അധികം വെളിച്ചമില്ലായിരുന്നു. ഞാൻ ലിദിയയുടെ പേര് വിളിച്ചകത്തേക്ക് കയറിയതും ആരോ വാതിൽ കുറ്റിയിടുന്ന ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയതും ലിദിയ വീണ് കിടക്കുന്നു എന്ന് എന്നോട് വന്ന് പറഞ്ഞ ആ മുഖംമൂടിക്കാരൻ. എന്തെങ്കിലും ചോദിക്കാൻ പറ്റുന്നതിന് മുൻപേ അയാൾ എൻ്റെ വാ തുണി കൊണ്ട് മൂടിക്കെട്ടി. പിന്നെ അയാൾ എന്നെ വാക്കുകൾ കിട്ടാതെ പ്രിയ വിതുമ്പി. മതി പ്രിയച്ചി, ആദിത്യ അവളെ ചേർത്ത് പിടിച്ചു. കത്തുന്ന കണ്ണുകളോടെ അവൻ വർഷയെ നോക്കി. അവളുടെ മുഖഭാവം എന്തെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
ഇല്ല അപ്പോ, ഒരു റേപ്പ് നടന്നു എന്നല്ലാതെ ഞാൻ അന്ന് എന്തുമാത്രം വേദന അനുഭവിച്ചുവെന്ന് ഇവർക്കാർക്കും അറിയില്ല. അപ്പോഴും അയാൾ മുഖം മൂടി ഉപേക്ഷിച്ചില്ല. അയാളുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ ഉപേക്ഷിച്ച് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞാണ് അയാൾ ശരിക്കും കളി തുടങ്ങിയത്. കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡും കല്ലുകളും ടേസറും കൊണ്ട് പാതി ചത്ത എൻ്റെ ശരീരത്തിൽ അയാൾക്ക് അയാളുടെ വികൃതികൾ തീർക്കാനുണ്ടായിരുന്നു. ടേസർ വെച്ച് എൻ്റെ ശരീരഭാഗങ്ങളിൽ ഷോക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിലേക്ക് കല്ലുകൾ കുത്തിയിറക്കി. വായിൽ തുണി കെട്ടിയതുകൊണ്ട് ഒന്ന് അലറിക്കരയാൻ പോലും ആകാതെ പച്ച മാംസത്തിലൂടെ ബ്ലേഡ് ഉറഞ്ഞിറങ്ങുന്ന സുഖം ഞാൻ അനുഭവിച്ചു. ശബ്ദമില്ലാത്ത എൻ്റെ കരച്ചിലും ഞരക്കവും എല്ലാം അയാളുടെ ആവേശം കൂട്ടിക്കൊണ്ടിരുന്നു. അയാളുടെ ആവേശമെല്ലാം കഴിഞ്ഞ് ഞാൻ മരിച്ചു എന്ന് തോന്നിയിട്ടാകണം അയാൾ പതിയെ അവിടെ നിന്നിറങ്ങി. ഇറങ്ങാൻ നേരം അയാൾ ആരെയോ വിളിച്ചെന്തൊക്കെയോ പറയുന്നത് കേട്ടു. നേരത്തെ വരാമെന്ന് വാക്ക് പറഞ്ഞെങ്കിലും ഓഫീസിലെ മീറ്റിങ്ങിനിടയിൽ അപ്പു എന്നെ വിളിക്കാൻ വരണ കാര്യം വിട്ടുപോയി. അപ്പു വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് വിചാരിച്ചിട്ടാകണം ലിതിയെ എന്നെ അന്വേഷിച്ചില്ല. പ്രിയ പറയുന്നത് കേൾക്കാൻ ത്രാണിയില്ലാതെ മുത്തശ്ശി ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് നിലത്തിരുന്നു. എൻ്റെ പൊന്നു കുഞ്ഞ് എന്തോരം വേദന അനുഭവിച്ച്. ആവതില്ലാഞ്ഞിട്ടും 2 നേരം മുടങ്ങാതെ ഈ വൃദ്ധ അമ്പലത്തിൽ പോയി മനസ്സുരുക്കി വിളിക്കാറുണ്ട്. ഭഗവാനെ, എൻ്റെ മക്കൾക്കൊരാപത്തും വരുത്തരുതേ എന്ന്. എന്നിട്ടും ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ കൈവിട്ടല്ലോ ഭഗവാനെ. മുത്തശ്ശി പ്രിയയെ നോക്കി ഏങ്ങലടിച്ച് കരഞ്ഞു. അങ്ങനെയൊക്കെ വിളിച്ചത് കൊണ്ടായിരിക്കാം മുത്തശ്ശി ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഞാൻ ഇന്നും ജീവനോടെ നിൽക്കുന്നത്. കുറച്ചു നേരം ഞാൻ അവിടെ കിടന്നു. എൻ്റെ ശരീരം പിളർന്നു പോകുന്ന വേദനയായിരുന്നു. പതിയെ എൻ്റെ ബോധം മറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ മുഖത്ത് വെള്ളം തളിക്കുന്നത് പോലെ തോന്നി. പാതി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. പ്രിയ പറഞ്ഞു. ആദിത്തും ബാക്കിയുള്ളവരും ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ഞാൻ നിങ്ങളോട് അയാളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പൂ. ബോധം വീണത് മുതൽ ഞാൻ ഭ്രാന്തമായൊരവസ്ഥയിലായിരുന്നല്ലോ. പ്രിയ വീണ്ടും പറഞ്ഞു തുടങ്ങി. അയാൾ മുറിയിലെ ലൈറ്റ് ഇട്ടിരുന്നു. മുഖം മൂടി ധരിച്ച അയാളെപ്പോലെ എന്നെ ഉപദ്രവിക്കാമെന്ന ആളായിരിക്കുമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. ഞാൻ ശബ്ദമില്ലാതെ അലറിക്കരഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ പാതി നഗ്നയായി ദേഹം മുഴുവൻ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന എന്നെ അയാൾ അവിടെ കിടന്നിരുന്നൊരു ഷീറ്റ് കൊണ്ട് പുതപ്പിച്ചിരുന്നു. എൻ്റെ വായിൽ നിന്നും തുണിയെടുത്ത് മാറ്റി കയ്യിലിരുന്ന കുപ്പിയിൽ നിന്നും അയാൾ എൻ്റെ വായിലേക്ക് വെള്ളം ഇറ്റിച്ചു. വിക്കി ചുമച്ച് ഞാൻ അയാളുടെ മുഖത്ത് ചോര തുപ്പി. ആ പാവം അതെല്ലാം തുടച്ച് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. എൻ്റെ ഫോൺ എടുത്തിട്ട് അയാൾ എമർജൻസി നമ്പറിൽ വിളിക്കാൻ പോകുവാണെന്ന് പറഞ്ഞു. പക്ഷെ ശരീരം നുറുങ്ങുന്ന വേദനയിൽ എൻ്റെ ബോധം പിന്നെയും മറഞ്ഞു. ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലായിരുന്നു. മനസ്സിനും ശരീരത്തിനുമേറ്റ മുറിവിൻ്റെ ഷോക്കിൽ എൻ്റെ മാനസിക നില ആകെ തെറ്റിയിരുന്നു. പിന്നീട് കുറച്ച് നാൾ ഞാൻ അവിടെ മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ആരെ കണ്ടാലും അലറി വിളിക്കും. എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ ഉപദ്രവിക്കും. ഇരുട്ടായിരുന്നു എനിക്കിഷ്ടം. ഉണർന്നിരിക്കുമ്പോൾ അലറി വിളിക്കുകയും അടുത്ത് ചെല്ലുന്നവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മിക്കപ്പോഴും ഞാൻ സെഡേഷനിലായിരുന്നു. നാളുകൾ കഴിഞ്ഞിട്ടും എൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പു എന്നെ മുംബൈയിലെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച് സതിയാൻ്റിയെ നാട്ടിൽ നിന്നും വിളിച്ചു വരുത്തി. കുഞ്ഞുനാളിലെ തൊട്ട് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള, ഞാൻ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന സതിയാൻ്റിയുടെ സാമീപ്യം ഒരുപക്ഷെ എന്നെ നോർമലാക്കുമെന്ന് അപ്പുവിന് തോന്നിക്കാണും. പ്രിയ പറഞ്ഞു നിർത്തി. ആ ചെറുപ്പക്കാരൻ ആരായിരുന്നു പ്രിയച്ചി? അയാളെ നേരത്തെ കണ്ടിട്ടുണ്ടോ? ജയദേവൻ ചോദിച്ചു. അയാളുടെ പേര് വിനു, വർഷ പറഞ്ഞു. എല്ലാവരും അവളെ അമ്പരപ്പോടെ നോക്കി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.